ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ക്രാഫ്റ്റ് വർക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഉണങ്ങിയ തുളസിച്ചെടിയുടെ കമ്പിലാണ് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത്. അത് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ഉണങ്ങിയ കമ്പിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ കമ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു സ്കെച്ച് പേന എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വൂളൻ ത്രെഡ് സ്കെച്ച് പേനയിൽ ചുറ്റിയെടുക്കണം. അപ്പം നമുക്ക് വൂളൻ ത്രെഡ് സ്കെച്ച് പേനയിൽ ചുറ്റിയെടുക്കുകയാണ്. നല്ലതുപോലെ ടൈറ്റ് ആക്കിയിട്ട് ചുറ്റി കൊടുക്കണം. നമ്മൾ ചുറ്റിയെടുക്കുന്ന സമയത്ത് ഒന്നിന് മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ ചുറ്റിയെടുക്കണം. ഇതുപോലെ ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കെച്ച് പേനയിൽ വൂളൻ ത്രെഡ് ഇതുപോലെ ചുറ്റിയെടുക്കണം. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ ബെൽ സെലക്ട് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മൾ ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കമ്പിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ സ്കെച്ച് പേനയിൽ ചുറ്റി വെച്ചിട്ടുള്ളത് ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഗ്ലൂ എവിടെയെങ്കിലും ആവാത്തതുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒട്ടിയതിന് ശേഷം നമ്മളിത് ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ ഒട്ടിച്ചെടുത്തത് നല്ലതുപോലെ ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു നല്ല മൂർച്ചയുള്ള ബ്ലേഡ് തന്നെ വേണം. ഇതുപോലെയാണ് ഇത് മുറിച്ചെടുക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ ആ സ്കെച്ച് പേന അതിനകത്തുനിന്ന് എടുത്ത് മാറ്റേണ്ടത്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ചെയ്തെടുത്തതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കമ്പിൽ ഒരു 3 പ്രാവശ്യം അത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്കെച്ച് പേനയിൽ വീണ്ടും അതുപോലെ തന്നെ ചുറ്റിയെടുക്കാം. നല്ലതുപോലെ ടൈറ്റ് ആക്കിയിട്ട് ചുറ്റി കൊടുക്കണം. അതുപോലെ ഒന്നിന് മുകളിൽ ഒന്ന് വരാത്ത രീതിയിലും ആയിരിക്കണം നമ്മൾ ചുറ്റിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതും ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതും നമുക്ക് അവിടെ ഒട്ടിച്ചെടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. അപ്പോൾ ഇതാ ഇതും നമ്മൾ അതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണം. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എത്ര വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ 2 തവണ നമ്മളതിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തതിൽ ഈ കമ്പ് കാണുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു തവണ കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചുറ്റി വെച്ചിട്ടുള്ള ആ ഒരു സ്കെച്ച് പേന അവിടെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ബ്ലേഡ് കൊണ്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഉണങ്ങിയ ചുള്ളിക്കമ്പിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഫ്ലവർ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കമ്പുകളിലും ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൽ കൂടുതലായി നിൽക്കുന്ന ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചീർപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് ചീകി കൊടുത്താൽ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്.
ഈ ബാക്കിയുള്ള കമ്പുകളിൽ കൂടി നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ മുൻപ് ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. രണ്ടാമത്തെ കമ്പിലും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ കമ്പിലും ഫ്ലവർ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഒരു ബ്രൗൺ കളർ ടാപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തണ്ടിന് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതിൽ നിന്നും ഓരോ പീസ് കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ തണ്ടിൽ ഇതൊന്ന് ചുറ്റിയെടുക്കാം. ഈ ഒരു കളർ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഗ്രീൻ ടാപ്പാണ് ചുറ്റി കൊടുക്കാൻ ഇഷ്ടമെങ്കിൽ ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കാം. നമ്മളിതിൽ ബ്ലാക്ക് ലീഫുകളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ തണ്ടിന് നമ്മൾ ഈ ഒരു കളർ എടുത്തത്. ഗ്രീൻ ടാപ്പാണ് നിങ്ങൾ ചുറ്റി കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഗ്രീൻ കളർ ലീഫ് തന്നെ ഒട്ടിച്ചെടുക്കണം. അപ്പം നമുക്കിതിൻ്റെ ഈ തണ്ടിൽ മുഴുവനായിട്ടും ഈ ഒരു കളർ ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ തണ്ടിലെല്ലാം ചുറ്റിയെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കാം. ഇല നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വെയിൻസിൻ്റെ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതും വലുതും എല്ലാം ഉണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇലകളിൽ. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ ആ ഒരു തണ്ടിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഫ്ലവറിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ചെറിയ ഇലകളാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഐഡിയ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. ഉണങ്ങിയ കമ്പിൽ എല്ലാവരും ചെയ്യട്ടെ ഇതുപോലൊരു ക്രാഫ്റ്റ് വർക്ക്. അപ്പോൾ നമ്മൾ ഇലകളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.